السلام عليكم ورحمة الله. كتب ينبتنار. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال: والكلي إما أن يكون تمام ماهية ما تحته من الجزئيات أو داخلا فيها أو خارجا عنها، والأول هو النوع سواء كان متعدد الأشخاص، وهو المقول في جواب ما هو بأصل الشركة والخصوصية معا. والكلي ഷാരിഹിന്റെ മാത്തിനിന്റെ കൗലാണ്. വൽ കുല്ലിയു, കുല്ലി നമ്മൾ ജുസിഇ കുല്ലി എന്ന് പറഞ്ഞല്ല, മഫ്ഹൂമിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ജുസിയും കുല്ലിയും മഫ്ഹൂമാണല്ല. അപ്പം രണ്ടാമത്തതാണ് ഏത്? കുല്ലി. അപ്പൊ ഈ കുല്ലി എന്ന് പറഞ്ഞാല് ഇമ്മ അൻ യകൂന, ഒരു പക്ഷേ ആവാം, തമാമു മാഹിയത്തി മാ തഹ്തഹു. ഇമ്മാ അൻ യകൂന, ഒരു പക്ഷേ കുല്ലി ആവാം, തമാമ മാഹിയത്തി മാ തഹ്തഹു, ആ കുല്ലിയിന്റെ തഹത്തിലുള്ളതായ ഒന്നിന്റെ മാഹിയത്തിന്റെ തമാമായിട്ട് കുല്ലി വരാം. കുല്ലിയിന്റെ തഹത്തിലുള്ളതായ ഒന്ന്, ആ ഒന്നിന്റെ മാഹിയത്ത്, ആ മാഹിയത്തിന്റെ തമാമായിട്ട് കുല്ലി വരും. ആ കുല്ലിയിന്റെ തഹത്തിലുള്ള ഒന്ന് ഏതാണ്? മിനൽ ജുസിഇയാത്തി, അതെന്തിനാ? ജുസിയാത്തിനാൽ. അപ്പം കുല്ലിയിന്റെ തഹത്തിലുള്ളതായ ഒന്നാണ് ഏത്? ജുസിയാത്ത്. അപ്പൊ ആ ജുസിയാത്തിന്റെ മാഹിയത്തിന്റെ തമാമായിട്ട് ഒരു കുല്ലി വരാം. മനസ്സിലായ? അല്ലെങ്കിൽ ഔ ദാഖിലൻ ഫീഹാ, അല്ലെങ്കിൽ കുല്ലി ഏതാവാം? ആ പറഞ്ഞ ജുസിയാത്തില്ലേ, ആ ജുസിയാത്തിന്റെ മാഹിയത്തിൽ ദാഖിലായിട്ട് വരാം. അല്ലെങ്കിൽ ഔ ഖാരിജൻ അൻഹാ, അല്ലെങ്കിൽ ആ ജുസിയാത്തിന്റെ മാഹിയത്തിന്റെ തൊട്ട് ഖാരിജായിട്ട് വരാം. അവ മൂന്ന് രൂപ പറഞ്ഞത്. കുല്ലി ഒന്ന് എന്താകുക? അതായത് തമാമുൽ മാഹിയത്തായിട്ട് വരിക, അല്ലെങ്കിൽ ആ മാഹിയത്തിൽ ദാഖിലായിട്ട് വരിക, അല്ലെങ്കിൽ ഖാരിജായിട്ട് വരിക. വല്ലവ്വലു, ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ജുസിഇയാത്തിന്റെ മാഹിയത്തിന്റെ തമാമായി കുല്ലി വരുന്നത് അത് നൗആൻ, ഹഖീഖിയായ നൗ എന്ന് പറയും നമുക്ക്. സവാഉൻ കാന, ആ നൗ ആവാം, മുതഅദ്ദിദൽ അഷ്ഖാസി, അതിന്റെ ഫർദുകൾ എണ്ണമായതാവാം. ഫർദുകൾ എണ്ണമായതായിട്ട് വരും. അപ്പോൾ അപ്പൊ ഫർദുകൾ എണ്ണമായി വരുന്ന നൗ, ഫർദുകൾ എണ്ണമായി വരുന്ന നൗ അൽ മഖൂലു, അത് പറയപ്പെടുന്നതായ ഒന്നാണ്. ഫി ജവാബി മാഹുവ, മാഹുവന്റെ ജവാബില് പറയപ്പെടുന്നതാണ്. മാഹുവന്റെ ജവാബില് പറയപ്പെടുന്നതായ ഒന്നാണ്. അതെങ്ങനെ? ബിഹസ്ബി ശിർക്കത്തി വൽ ഖുസൂസിയ്യത്തി മഅ, ശിർക്കത്തിന്റെയും ഖുസൂസിയ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ. ശിർക്കത്തിന്റെയും ഖുസൂസിയ്യത്ത്, ശിർക്കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം കൂറായിട്ട് വരിക. ഖുസൂസിയ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒന്നിനിക്ക് മാത്രം വരിക. അതെ. അപ്പൊ ശിർക്കത്തിന്റെയും ഖുസൂസിയ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ മാഹുവന്റെ ജവാബിൽ പറയപ്പെടുന്നതായ ഒന്ന്. അപ്പൊ ഏതുപോലെ? കൽ ഇൻസാനി, ഇൻസാന് പോലെ. അപ്പൊ നമുക്ക് പറയാം സെയ്ദ്, ഫാത്തിമ, ഖദീജ, മാഹും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇൻസാൻ എന്ന് പറയും.
അപ്പൊ ഇൻസാനി എന്ന് പറയുന്നത് സെയ്ദിന്റെയും അതുപോലെ തന്നെ മുഹമ്മദിന്റെയും അല്ലെങ്കിൽ ഫാത്തിമാന്റെയും ഖദീജാന്റെയും ഒക്കെ മാഹിയത്തിന്റെ തമാമാണല്ലോ. ഇൻസാനിന്റെ ഹൈവാനാത്തിക്കാണ്. ആ ഹൈവാനാത്തിക്കന്നാണല്ലോ ഏത് സെയ്ദ്, അതുപോലെ പോക്കര്, മുഹമ്മദ്, ആരൊക്കെ ആയാലും വേണ്ടിയില്ല. അപ്പൊ ഇവിടെ ഫർദുകൾ എണ്ണമായിട്ട് വരും. കാരണം ഇൻസാന്റെ തരത്തിൽ ഒരുപാട് അഫ്രാദുകളുണ്ട്. അല്ലെങ്കിൽ വൈറ മുതഅദ്ദിദിൽ അശ്ഖാസി, ഫർദുകൾ എണ്ണമാവാത്ത രൂപത്തിൽ വരും. അപ്പൊ ഫർദുകൾ കൂടുതൽ ഉണ്ടാവില്ല എങ്കിൽ ബഹുവ അത് അൽ മഖൂലു അത് പറയപ്പെടുന്ന ഒരു നൗആണ്. ഈ ജവാബി മാഹുവ മാഹുവന്റെ ജവാബിൽ അതെങ്ങനെ ബിഹസബി ഖുസൂസിയത്ത്, മഹളായ ഖുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. തനിച്ചത് ഖുസൂസിയത്ത് അത് അതിന് തന്നെ ഉണ്ടാവുള്ളൂ, വേറൊന്നും എനിക്ക് ഉണ്ടാവൂല, വേറെ ഫർദുകൾ ഉണ്ടാവൂല. അതന്നെ അപ്പൊ ഏതുപോലെ ഷംസി, ഷംസ് പോലെ. ഷംസ് ഷംസിന്റെ മായത്ത് ഏതാണ്? കൗക്കബുൻ നഹാരിയുൻ യൻസഹു ഉജൂദുഹു ഉജൂദല്ലൈലി, ഇതാണല്ലോ ഏത് ഷംസിനെ പറ്റി നമ്മൾ പറയാറുള്ളത്. അപ്പൊ ആ മായത്ത് ഉള്ളത് സത്യത്തിൽ പറഞ്ഞാൽ അത് ഏതാണ്? അതിൻ്റെ മേൽ പറയാൻ പറ്റുന്നതാണ്. പക്ഷെ ഷഖ്സുകൾ എന്തല്ല, മുതഅദ്ദിദല്ല, ഒറ്റ ഷഖ്സേ ഇവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പോവുക. അപ്പൊ ആ നൗഅ് ഇതൻ ഈ പറഞ്ഞ സാഹചര്യത്തില്, ഈ സാഹചര്യത്തില് മഹളായ ഖുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിൽ മാവുവിന്റെ ജവാബില് പറയപ്പെടുന്നതാണ് എന്നുള്ള അടിസ്ഥാനത്തില്, പിന്നെ എന്ന അടിസ്ഥാനത്തില് അത് ഏതാണ്? പിന്നെ ഇവിടെ എന്ന അടിസ്ഥാനത്തിൽ അത് കുല്ലിയുൻ, അത് കുല്ലിയാണ്. മഖൂലും പറയപ്പെടാൻ പറ്റുന്ന കുല്ലി അലാ വാഹിദിൻ ഒരു ഫർദിന്റെ മേൽ, അല്ലെങ്കിൽ വലാ കസീരീന എങ്കിൽ പല ഫർദുകളുടെ മേലിൽ. എങ്ങനത്തെ ഫർദുകളാണ്? മുത്തഫിഖീന ബിൽ ഹഖായിഖി മ ജവാബി മാഹുവ, മാഹുവന്റെ ജവാബിൽ ഹഖീഖത്ത് ഒത്തതായ പലതുകളുടെ മേലില് എങ്കിൽ ഒന്നിന്റെ മേലില് പറയാൻ പറ്റുന്ന ഒന്ന്. മനസ്സിലായില്ലേ? അപ്പം ഇതിനെപ്പറ്റി നൗഅ് എന്ന് പറയും. അപ്പൊ നൗഅ് എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത്, മാഹുവന്റെ ജവാബില് ഹഖീഖത്ത് ഒത്തതായ പലതിന്റെ മേലിൽ പറയാൻ പറ്റും. അത് എങ്ങനെ? മുതഅദ്ദിദുൽ അശ്ഖാസ് ആവുമ്പോ. അതേപോലെ തന്നെ ഒന്നിന്റെ മേൽ പറയാൻ പറ്റുക, അത് ഗൈറു മുതഅദ്ദിദുൽ അശ്ഖാസ് ആവുമ്പോ. എങ്കിൽ ഇനി ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോലും ഞാൻ പറയട്ടെ, ഇന്നക തീർച്ചയായിട്ട് നീയെ കത് അറഫ്ത നീ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നൽ ഗർള മിൻ വദിഇ ആദിഹിൽ മഖാലത്തി ഈ മഖാലത്തുൽ ഊലയെ വെച്ചതിനാലുള്ള താല്പര്യം. ഒന്നാമത്തെ മക്കാലയാണല്ലോ. അപ്പൊ ഈ ഒന്നാമത്തെ മക്കാലയെ ഇവിടെ വെച്ചത് കൊണ്ടുള്ളതായ താല്പര്യം കൈഫിയത്തു ഇഖ്തിനാസിൽ മജ്ഹൂലാത്തി തസവ്വുരിയത്തി, തസവ്വുരിയായ മജ്ഹൂലാത്തിനെ കരസ്ഥമാക്കിയെടുക്കുക. ഇഖ്തിനാസ് എന്ന് പറഞ്ഞാല് കരസ്ഥമാക്കിയെടുക്കുക. അപ്പൊ മജ്ഹൂലാത്തായ തസവ്വുരിയായ മജ്ഹൂലാത്തിനെ കരസ്ഥമാക്കിയെടുക്കുക. ഏതിൽ നിന്ന്? മിനൽ മഅലൂമാത്തി തസവ്വുരിയത്തി, മഅലൂമാത്തു തസവ്വുരിയിൽ നിന്ന്. അപ്പൊ മഅലൂമാത്തു തസവ്വുരിയിൽ നിന്ന് മജ്ഹൂലാത്തു തസവ്വുരിയത്തിനെ ഈ മനസ്സിലാക്കി എടുക്കാനുള്ളതായ, കരസ്ഥമാക്കി എടുക്കാനുള്ള രൂപം, ആ രൂപത്തെ മനസ്സിലാക്കലാണ് ഈ ഒന്നാമത്തെ മക്കാല കൊണ്ടുള്ള താല്പര്യം. സത്യത്തിൽ വഹിയ എങ്കില് ഈ പറഞ്ഞ കാര്യം, ഏത് പറഞ്ഞ കാര്യം? ഈ തസവ്വുരിയായ മജ്ഹൂലാത്ത് ലാ തുഖ്തനസു ബിൽ ജുസിയ്യാത്ത്, അത് ജുസിയ്യാത്തുകളെ കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കി എടുക്കപ്പെടുകയില്ല. ഏതിന്? ഈ മജ്ഹൂലാത്തു തസവ്വുരിയായ കാര്യങ്ങള്, ആ മജ്ഹൂലാത്തു തസവ്വുരിയാത്തിനെ ജുസിയ്യാത്ത് കൊണ്ട് ഒരിക്കലും അതിനെ മനസ്സിലാക്കി എടുക്കപ്പെടുകയില്ല. പിന്നെയോ ബൽ എങ്കിലും ലാ യുബ്ഹദു അൻഹാ അവകളെ സംബന്ധിച്ച് ചർച്ചന ചെയ്യപ്പെടൂല. അവകളെ സംബന്ധിച്ച് ചർച്ചന ചെയ്യപ്പെടാറില്ല. ഏത്? ഈ പറയപ്പെട്ടതായ പിന്നെ ബൽ എന്ന് മാത്രമല്ല ലാ യുബ്ഹദു ചർച്ച ചെയ്യപ്പെടാറില്ല. മനസ്സിലായില്ലേ? ലാ യുബ്ഹദു
അൻഹ അവകളെ സംബന്ധിച്ച് ചർച്ച തന്നെ ചെയ്യപ്പെടാറില്ല. ഏത് ഈ നമ്മളിപ്പോ ഈ പറയപ്പെട്ടതായ ഈ മജ്ഹൂലാത്തായ തസവുരിയായ മജ്ഹൂലാത്തുകളെ ചർച്ച തന്നെ ചെയ്യപ്പെടാറില്ല. ഏതില്? ഈ പറയപ്പെട്ട ഫിൽ ഉലൂമി ഇൽമുകളിൽ ചർച്ച തന്നെ. ഏത്? ഹിക്മത്തിന്റെ ഇൽമുകളിൽ എന്ത് ചെയ്യാറില്ല? ചർച്ച ചെയ്യപ്പെടാറില്ല. ഏത്? ലാ യുബ്ഹസു ചർച്ച ചെയ്യപ്പെടാറില്ല. അൻഹ അതിനെ സംബന്ധിച്ച്. ഏത് സംബന്ധിച്ച്? ഈ ജുസിയാത്തുകളെ സംബന്ധിച്ച്. ഈ പറയപ്പെട്ട ജുസിയാത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടാറില്ല. എവിടെ? ഫിൽ ഉലൂമി ഇൽമുകളിൽ ചർച്ച ചെയ്യാറില്ല. ഹിക്മത്തിന്റെ ഇൽമുകളിൽ. എന്താ കാരണം? തകയ്യുക ഈ ജുസിയാത്തിനൊക്കെ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്ന കാരണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ആദമി റുബാത്തിഹ ആ ജുസിയാത്തിനൊക്കെ ബബുത്വമില്ലാത്ത കാരണം കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഫസ്വാറ ഫരിഹാദ ഈ കാരണം കൊണ്ട് തന്നെ. ഏത് കാരണം? ഹിക്മത്തിന്റെ ഇൽമില് ഈ പറയപ്പെട്ട ജുസിയാത്ത് ബഹസ് ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താണ്? അതിനക്ക് തകയ്യുറാത്ത് ഉണ്ടാകും, അതിനക്ക് ബബുത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. ഫരിഹാദ ഈ കാരണം കൊണ്ട് തന്നെ സ്വാറ നെഹ്റുൽ മന്തിഖി ഒരു മന്തിഖി പണ്ഡിതന്റെ ചിന്തയായി. ഫസാറ നദറുൽ മന്തിഖി ഒരു മന്തിഖി പണ്ഡിതന്റെ ചിന്തയായി മഖസൂറൻ അത് ചുരുക്കപ്പെട്ടതായി. അലാ ബയാനിൽ കുല്ലിയാത്ത് കുല്ലിയാത്തിനെ ബയാൻ ചെയ്യുന്നതിന്റെ മേൽ. കാരണം ജുസിയാത്ത് ചർച്ച ചെയ്യുന്ന പരിപാടി ആർക്കില്ല? ഈ മനാത്തിക്കത്തിനില്ല. മനാത്തിക്കത്തിന്റെ അടുക്കുള്ള പരിപാടി ഏതാണ്? കുല്ലിയാത്തിനെ ചർച്ച ചെയ്യലാണ്. ഏന്? കുല്ലിയാത്തിനെ എന്ത് ചെയ്യലാണ്? ചർച്ച ചെയ്യലാണ് മനാത്തിക്കത്തിന്റെ അടുക്കലുള്ളതായ പരിപാടി. മനസ്സിലായ? വലപത്തിയാക്ക് സ്വാമിയ ഈ കുല്ലിയാത്തിന്റെ കിസ്മുകളെ എന്ത് ചെയ്യുക? ലബുത്ത് ചെയ്യുക, അതിനെ കുറ്റപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുല്ലി ഇതാ നുസിബ ആ കുല്ലിയിന് ചേർക്കപ്പെട്ടാൽ ഇലാമാ തഹത്തഹു ആ കുല്ലിയിന്റെ തഹത്തിലുള്ളതായ ഒന്നിലേക്ക് ചേർക്കപ്പെട്ടു. തഹത്തിലുള്ള ഒന്ന് ഏതാണ്? പിന്നെ ജുസിയാത്തിനാൽ ഇൻസാന്റെ താഴെ ഉള്ളതാണ് ഏത്? അതായത് റജില്, അതായത് ജുസിയാത്ത്. ഇൻസാന്റെ തഹത്തിലുള്ളതാണ് ഏത്? പിന്നെ സെയ്ദ്, അമ്ര്, പൊക്കര്, മുഹമ്മദ്, ഇതൊക്കെ ജുസിയാത്തുകളാണല്ലോ. അപ്പൊ ആ ജുസിയാത്തുകളിലേക്ക് ചേർക്കപ്പെട്ടാല് ഇമ്മ അയ്യക്കൂന ഒരു പക്ഷെ ഈ കുല്ലിയെ ആവാം. ഇമ്മായക്കൂന ഈ കുല്ലിയെ ആവാം. നഫ്സ മായിയത്തി ആ ജുസിയാത്തിന്റെ മായിയത്തിന്റെ നഫ്സായിട്ട് ജുസിയാത്തിന്റെ മായിയത്തിന്റെ നഫ്സായിട്ട് വരും. അല്ലെങ്കിൽ അത് ദാഖിലം ചെയ്യാം, അല്ലെങ്കിൽ ആ മായിയാത്തിൽ അത് ദാഖിലാവും. അത് ഹാരിജൻ തന്നെ, അല്ലെങ്കിൽ ആ മായിയാത്തെ തൊട്ട് ഹാരിജാവും. വദ്ദാഖിലു എന്ന മായിയത്തിന്റെ ദാഖിലായ ഒന്ന് അതിനക്ക് ദാത്തിയിൽ എന്ന് പേര് പറയുന്നത്. അപ്പൊ ഇൻസാന്റെ തൈരീഫാണല്ലോ ഏത്? ഹയവാനും നാത്തിക്. ഹയവാൻ നാത്തിക്. ഈ ഹയവാനുണ്ട്, നാത്തിക്കുണ്ട്. ഈ ഹയവാനും നാത്തിക്കും ഇൻസാന് എന്നുള്ളതിന്റെ മായിയത്തിന് ദാഖിലാണ്. അപ്പൊ ഇൻസാനെ അപ്പം പിന്നെ ഹയവാനെ പറ്റിയിട്ടും ദാത്തി എന്ന് പറയും, നാത്തിക്കിനെ പറ്റിയിട്ടും ദാത്തി എന്ന് പറയും. വല ഖാരിജു ഖാരിജായ ഒന്ന് അർലിയൻ എനിക്ക് അർലി എന്ന് എന്ത് ചെയ്യും? പേര് പറയപ്പെടും. ഇപ്പൊ ഉദാഹരണം പറയാം, ലാഹിക്ക് എന്നുള്ളത് അത് മനുഷ്യർക്ക് മാത്രം ഉണ്ടാകുന്ന കാര്യം, മനുഷ്യന്റെ ഖുസൂസിയത്താണുള്ള ലാഹിക്ക്. അത് ഈ ലാഹിക്ക് എന്നുള്ളത് മനുഷ്യന്റെ എന്തല്ല? മാഹിയത്തിൽ പെട്ടതല്ല. അതായത് ഇൻസാൻ ആവണമെങ്കിൽ അതിനൊക്കെ ആവശ്യമായതല്ല ഏത്? ലാഹിക്കാവുക എന്നുള്ളത്. ലാഹിക്കാവുക എന്നുള്ളത് അതിന്റെ വിഷയത്തിൽ പെട്ടതല്ലല്ല. ഖാരിജ് അർദിയാവും. റുബമായുക്കാലു അപ്പം ദാത്തി മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ ദാത്തി എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്തേപ്പോ പറഞ്ഞത്? ദാത്തി എന്ന് പറഞ്ഞാല് ഒരു കുല്ലിയെ അതിന്റെ മായികത്തിന്റെ നെഫ്സില്
മാഹിയത്തിൽ അത് ഏതാകുക? ദാഖിലായിട്ട് വരും. മാഹിയാത്തിൽ കുല്ലി എന്താകുക? ദാഖില. അപ്പൊ അയവാന് പിന്നെ കുല്ലിയാണ്, നാത്തിക്ക് കുല്ലിയാണ്. അത് ആ ഇൻസാനി എന്നുള്ളതിന്റെ മാഹിയത്തിൽ ദാഖിലായി വന്നു. മനസ്സിലായ? എന്നാൽ ഇനി വേറെ വിഷയം. റുബ്ബമായുക്കാലു, ചിലപ്പോൾ പറയപ്പെടാറുണ്ട്, ദാത്തിയു എന്നുള്ളതിനെ പറയാറുണ്ട്. എന്തിന്റെ മേല്? അലാമ, ഒന്നിന്റെ മേല്. എങ്ങനത്തെ ഒന്നാണ്? ലൈസ, അത് അല്ല, ഖാരിജല്ല, മായ്യത്തെ തൊട്ട്. അപ്പൊ മായ്യത്തെ തൊട്ട് ഖാരിജല്ലാത്ത ഒന്നിന്റെ മേലില്, മായ്യത്തെ തൊട്ട് ഖാരിജല്ലാത്തതായ ഒന്ന്, ആ ഒന്നിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാ? ദാത്തി എന്ന് പറയാം. അപ്പൊ ഇവിടെ വേറെ വിഷയമുണ്ട്. ഖാരിജല്ലാത്തത് എന്ന് പറയുമ്പോൾ ദാഖിലായിട്ടും വരും, ദാഖിലാവാദ്യം വരും. ദാഖിലായിട്ടും വരും, ദാഖിലാവാദ്യം വരും. നമ്മൾ ആദ്യം പറഞ്ഞ ദാഖിലാവലാണ്. അപ്പൊ ഇതിന് ദാഖിലാവുന്ന വിഷയം ഉണ്ടാവാ, ദാഖിലാവാത്ത വിഷയം ഉണ്ടാവാ. അപ്പൊ ഇത് സത്യത്തിൽ ഏതാണ്? ആമായ മാനയാണ്. ദാത്തീനിക്കുള്ള ആമായ മാന. വഹാദ, ഈ പറയപ്പെട്ടതായ മാന അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതായ തഫ്സീർ ആമു മിനൽ അവ്വലി, ഒന്നാമത്തെ തഫ്സീറിനേക്കാളും ഏതാണ്? ആമാണ്. കാരണം ഒന്നാമത്തെ ദാഖില് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞത് പിന്നെ എന്തുണ്ടാവും? ദാഖിലുണ്ടാവും, ദാഖിലല്ലാത്ത ഉണ്ടാവും. ഖാരിജല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കൈത്. ഇനി പോട്ടെ. വല്ലവ്വലും, അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തേത് ഏത്? ഒന്നാമത്തേത് എന്നായി കുല്ലിയു, ഒരു കുല്ലിയ. അല്ലെങ്കിൽ എങ്ങനത്തെ കുല്ലിയാണ്? നഫ്സു മാഹിയത്തി, ആ നഫ്സു മാഹിയത്തി, ഒരു കുല്ലിയ. അല്ലെങ്കിൽ എങ്ങനത്തെ കുല്ലിയ? യക്കൂനു, ആ കുല്ലിയ ആകും നഫ്സ മാഹിയത്തി മാ തഅത്തഹു മിന ജുസിയ്യാത്ത്, ആ കുല്ലിയുടെ തരത്തിലുള്ള ജുസിയ്യാത്തിന്റെ മാഹിയത്തിന്റെ നഫ്സായിട്ട് വരും. എങ്കിലും ഹുവ, അത് അന്നൗ, അതിനെപ്പറ്റി നമുക്ക് ഒന്ന് വരും. മനസ്സിലായില്ലേ? ജുസിയ്യാത്തിന്റെ മാഹിയത്തിന്റെ നഫ്സായിട്ട് വരുന്ന ഒന്നിനെ സംബന്ധിച്ച് നൗ എന്ന് പറയും. ആ കുല്ലിയ നൗ ആണ്. ഏതുപോലെ? ഇൻസാനി, ഇൻസാന് പോലെ. ഫൈനഹു, ഈ ഇൻസാനി എന്ന് പറയുന്നത് നഫ്സു മാഹിയത്തി സൈദിൻ വ അംരിൻ വ ബക്കരിൻ വ ഗൈരിഹ. സെയ്ദ്, അമ്ര്, ബക്കർ പോലോത്തവയുടെ മാഹിയത്തിന്റെ നഫ്സാണത്. പോലോത്തത് വ ഗൈരിഹ, അതല്ലാത്തതിന്റെയും. അതല്ലാത്ത എന്തിനാ? പിന്നെ ജുസിയ്യാത്തിന്റെ ജുസിയ്യാത്തിനാല്. അപ്പൊ അതുകൊണ്ട് തന്നെ വഹിയ, ഈ പറയപ്പെട്ട ഫർദുകൾ, നമ്മൾ പറയപ്പെട്ട കുറെ മായും ഫർദുകൾ, മായ്യത്തുകൾ, അത് ലാതീതു, അത് അധികരിക്കുകയില്ല. അലൽ ഇൻസാനി, ഇൻസാനിനേക്കാളും അത് സായിദിയായിട്ട് വരില്ല. ഇൻസാനിനേക്കാളും സായിദിയായിട്ട് വരില്ല. എങ്ങനെ അല്ലാതെ? ഇല്ലാബി അവാരിക. എങ്ങനെ? ഇല്ലാബി അവാരിക, ചില അവാരിദുകൾ കൊണ്ടല്ലാതെ. എങ്ങനത്തെ അവാരിദാണ്? മുഷഖസത്തായ അവാരിദ്, അതോടുകൂടിയ ഖാരിജത്തായ അന്നുവാ കുല്ലീനെ തൊട്ട്. അപ്പൊ നമ്മൾ ലാഹിക്ക് എടുക്കാം. ഒരു ഉദാഹരണം പറയാം. ലാഹിക്ക്, ഈ ലാഹിക്ക് എന്ന് പറയുന്നത് അതെന്താണ്? ഇൻസാനിനേക്കാളും അത് ദായിരിയാണ്. കാരണം ഇൻസാൻ എന്ന് പറഞ്ഞ ഹൈവാനാത്തിക്ക് അതിനേക്കാളും പിന്നെ ദായിരിയായ ഒന്നാണ് ഏത്? നമ്മളിപ്പോ ഈ പറയപ്പെട്ടതായ ലാഹിക്ക് എന്ന്. മനസ്സിലായില്ലേ? അതോടുകൂടി ലായിക്ക് എന്നുള്ളത് ആരിതാണ്. അത് മുഷഖസാണ്, ഇൻസാനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതോടുകൂടി യവാനാത്തിക്ക് എന്നുള്ള മായത്തെ തൊട്ട് അത് ഖാരിജായതാണ്. മനസ്സിലായില്ലേ? അതോടുകൂടി ബിഹ, ഈ അവാരിന്ന് കൊണ്ടിട്ട് യംതാസു, ഈ കുല്ലീനിക്ക് വേർതിരിവുണ്ടാവും. അൻഷഖ്സിനാഖറ, മറ്റു ശക്തികളെ തൊട്ട് എന്തുണ്ടാവും? വേർതിരിവുണ്ടാവും. അങ്ങനെയല്ല, അങ്ങനെയല്ല. വഹിയ, ഈ ജുസിയ്യാത്ത് ലാ തസീദു, അത് അധികരിക്കൂല. അങ്ങനെ വെക്കേണ്ടി വരും.
ഈ ജുസിയാത്താവുന്നത് അത് ഇൻസാനിനേക്കാളും അധികരിക്കൂല. എങ്ങനല്ലാതെ ഇല്ലാ ബി അവാരിള മുശഖസത്തിൻ ഖാരിജത്തിൻ അൻഹു, ആ ഇൻസാനിനേക്കാളും ഖാരിജായ മുശഖസത്താകുന്ന അവാരിദുകൾ കൊണ്ടില്ലാതെ. അതോടുകൂടി ബിഹ, ഈ അവാരിദ് കൊണ്ട് എംതാസു, ഈ ഇൻസാന് വേർതിരിയും. ഈ ഇൻസാൻ എന്ത് ചെയ്യും? വേർതിരിയും. അൻ ഷഖ്സിനാഖറ, വേറെ ശഖ്സുകളെ തൊട്ട് എന്ത് ചെയ്യും? വേർതിരിയും. അപ്പൊ ഹയവാനിൽ ഇൻസാൻ ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഫറസ് ഉണ്ട്, അതൊക്കെ ശഖ്സുകളാണല്ലോ. ആ ശഖ്സിനെ തൊട്ട് ഇൻസാനിക്ക് വേർതിരിവുണ്ടാവും. ഇത് നമ്മൾ പറഞ്ഞ ഈ അവാരിദ് കൊണ്ടിട്ട്. എനിക്ക് സുമ്മന്നവും ആകയാൽ ഒരു നോട്ട്, നമ്മൾ ചർച്ച ചെയ്യുന്ന നോട്ടിനെ സംബന്ധിച്ചാണല്ലോ. അപ്പൊ ഒരു നോട്ട് ഒരു പക്ഷെ അത് ഒഴിവാകൂല. ഇമ്മ യകൂന മുതഅദ്ദിദൽ അഷ്ഖാസി, മുതഅദ്ദിദുൽ അഷ്ഖാസുകളാകുന്നതിനെ തൊട്ട് ഒഴിവാകൂല. അവർ മുതഅദ്ദിദുൽ അഷ്ഖാസാവാം. ഈ നോട്ട് എന്നുള്ളത് അത് മുതഅദ്ദിദുൽ അഷ്ഖാസായിട്ട് എന്ത് ചെയ്യുക? എവിടത്തിൽ ഖാരിജി ഇപ്പൊ ഇൻസാൻ തന്നെ. കാരണം ഇൻസാൻ എന്ന് പറഞ്ഞാൽ മുതഅദ്ദിദുൽ അഷ്ഖാസാണ് ഖാരിജി. ഔലായക്കൂന, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ വരാം. ഫൈൻ ഖാന, ഇനൊരു നോട്ട്. ഇപ്പൊ ഇൻസാനെ പറ്റി പറയാം. അപ്പൊ ഇൻസാൻ നോവാണല്ലോ. ആ ഇൻസാൻ മുതഅദ്ദിദുൽ അഷ്ഖാസ് ആണല്ലോ. ഇനി മുതഅദ്ദിദുൽ അഷ്ഖാസ് അല്ലാതെ വരാം. ഇപ്പൊ നമ്മൾ ഷംസിനെ പറ്റി പറഞ്ഞില്ലേ. ഇനി ഫൈൻ ഖാന മുതഅദ്ദിദുൽ അഷ്ഖാസ്, ഇനിയൊരു നോട്ട് മുതഅദ്ദിദുൽ അഷ്ഖാസ് ആയി എന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? എവിടെ മുതഅദ്ദിദുൽ അഷ്ഖാസ് ആയി? എവിടെ മുതഅദ്ദിദുൽ അഷ്ഖാസ് ആയി? ഫിൽ ഖാരിജിൽ. അങ്ങനെയാണെങ്കിൽ പോവ അപ്പാനോൾ അൽ മഖൂലു പറയപ്പെടും. ഈ ജവാബി മാ ഹുവ ബി അസ്ബി ശിർക്കത്തി വൽ ഖുസൂസിയത്തി മാ, ശിർക്കത്തിന്റെയും ഖുസൂസിയത്തിന്റെയും അടിസ്ഥാനത്തിൽ മാഹുവിന്റെ ജവാബിൽ എന്ത് ചെയ്യും? പറയപ്പെടും. എന്തത് അങ്ങനെ വരാനുള്ള കാരണം? ഈ അന്ന സുവാല, തീർച്ചയായിട്ടും ചോദ്യമാകുന്നത്. മാഹുവ, മാഹുവ കൊണ്ട് ചോദ്യം. പഞ്ചാനു മാഹുവ എന്ന് പറയുമ്പോൾ മാഹുവ കൊണ്ടുള്ളതായ ചോദ്യമാകുന്നത്, മാഹുവ കൊണ്ടുള്ള ചോദ്യം. അനി ഷെയ്, ഒരു ഷെയ്യിനെ തൊട്ടുള്ളതായ ചോദ്യം. ഇന്നമാഹുവ, തീർച്ചയായിട്ടും ആ ചോദ്യം, ആ സുആല് ലിത്വലബി തമാമി മാഹിയത്തി. ചില കിതാബിൽ മീം മാ ഉണ്ടാവില്ല, എഴുതി കൊടുക്കേണ്ടി വരും. ലിത്വലബി തമാമി മാഹിയത്തിഹി വ ഹഖീഖത്തിഹി, ഹഖീഖത്ത് മാഹിയത്ത് ഇവയുടെ തമാമിനെ തേടാൻ വേണ്ടിയിട്ട് വരും. ഇത് മാവ് കൊണ്ടുള്ള ജവാബ് അങ്ങനെയാണ്. മാവ് കൊണ്ടുള്ള സുവാല് എന്ന് പറഞ്ഞാല് അത് ഹഖീഖത്തിനെയും മാഹിയത്തിന്റെയും തമാമിനെ തേടാനുള്ളതാണ്. അതെ, അപ്പൊ പൂർണ്ണമായ മാഹിയത്തായിരിക്കണം മാവ് കൊണ്ട് പറയേണ്ടത്. ഇനി നമ്മൾ പറയാ ഫൈൻകാന സുവാലു, ഇനി ചോദ്യമായി. സുആലൻ, ഒരു ചോദ്യമായി. അൻ ഷെയ്യും വായിരി, ഒരൊറ്റ ഷെയ്യിനെ സംബന്ധിച്ചാണ് ചോദ്യം. എല്ലാറ്റിനെ സംബന്ധിച്ചും എന്തല്ല ചോദ്യമല്ല. ഇതുപോലെ നമ്മൾ ഷംസിനെ പറ്റി പറയുമ്പോൾ അപ്പൊ ഖാന, അപ്പൊ ആ സുആല് ആകും, അല്ലെങ്കിൽ ഖാന മാഹുവയാകും ഈ തമാമിൻ മാഹിയത്തിൻ മുഖ്തസത്ത് ബിഹി, ആ പറഞ്ഞതായ പിന്നെ ഷംസും ആ ഷെയ്യും വായത് കൊണ്ട് പ്രത്യേകമായ മാഹിയത്തിനെ തമാമിനെ സംബന്ധിച്ച്. ഇപ്പൊ ഉദാഹരണം പോലെ ഷംസ്, ആ ഷംസാകുന്ന മുഖ്തസത്തായ മാഹിയത്ത്, ആ മാഹിയത്തിനെ തമാമിനെ തേടുക. അതോടുകൂടി പിന്നെ ഇനി വൈൻ ജുമിയ, ഇതിപ്പോ ഒറ്റ ചെയ്യുന്നതോട്ട ചോദ്യം. ഇനി വൈൻ ജുമിയ, ഇനി ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ബൈന ചെയ്യാൻ ഇത്ര കിതാബി ജമിയാനാ ഉള്ളത് അതാ. ഇനി വൈൻ ജുമിയ, ഇനി ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ബൈന ഷെയ്യനി, രണ്ട് ഷെയ്യിൻ്റെ ഇടയിൽ. ഇപ്പൊ മാഹുവനെ കൊണ്ടുവന്നത് ഒരു ഷെയ്യല്ല, പിന്നെ രണ്ട് ഷെയ്യുണ്ട്. അങ്ങനെയാണെങ്കിലോ ഔ അഷിയ, എങ്കിൽ പല ഷെയ്കളുടെ ഇടയിലാണോ അത് ഒരുമിച്ച് കൂട്ടപ്പെട്ടതെങ്കിൽ എവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു? ലിസ്വാജി, സുവാല്. അങ്ങനെ ആവുമ്പോ കാന അഫാ സുവാല് ആവും താജിബലി തമാമി മായ്യത്തിഹ, ആ പല അഷിയാകളുടെ മായ്യത്തിഹിമാന വേണ്ടത്.
മാഹിയത്തി ആ രണ്ട് ഷെയ്യിന്റെ മാഹിയത്തിന്റെ തമാമിന്. അതുപോലെ തമാമി മാഹിയത്തിൽ അഷിയായി, മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ, അങ്ങനെ വെച്ചാൽ മതി. കാന താലിബല്ലി തമാമി മാഹിയത്തിയാന്ന് മതി. കാന തമാമല്ലി മാഹിയത്തി. അപ്പൊ ആ അഷിയായിന്റെ മാഹിയത്തിന്റെ തമാമിൽ തേടാനായിട്ടാണ് എന്ത് ചെയ്യത് വരിക. മാഹിയത്തിന്റെ, അതായത് ഈ അഷിയായിന്റെ മാഹിയത്തിന്റെ തമാമിനെ തേടാൻ വേണ്ടിയിട്ട് വരും. ഏത് ജീവ തമാമ് മാഹിയത്തിൽ അഷിയായി, അഷിയായിന്റെ മാഹിയത്തിന്റെ തമാമ് എന്ന് പറഞ്ഞാല് ഇന്നമായക്കൊന്നുബി തമാമിൽ മാഹിയത്തിൽ മുസ്തറക്കത്തി ബൈനഹ, ആ അഷിയാകളുടെ കൂറാക്കപ്പെട്ട മാഹിയത്തിന്റെ തമാമ് കൊണ്ടാണ് എന്ത് ചെയ്യുക, അത് വരും. അപ്പൊ മുസ്തറക്കത്തായിട്ട് വരും. അങ്ങനെ വന്നപ്പോ ഇനി വേറെ ചെറിയൊരു ചർച്ചയേക്കാണ് കടക്കാൻ പോകുന്നത്. എന്താ ചർച്ച? വലമ്മ കാന നൗഉ ആയപ്പം, വലമ്മ കാന നൗഉ ആയപ്പം മുതഅദ്ദിദൽ അഷ്ഖാസ്. നൗഉ എന്താണ്? മുതഅദ്ദിദൽ അഷ്ഖാസാണ്. കൽ ഇൻസാനി, ഇൻസാൻ പോലെ. കാരണം ഇൻസാൻ നൗആണ്, അത് മുതഅദ്ദിദൽ അഷ്ഖാസാണ്. അങ്ങനെ വന്നാല് കാന, അപ്പൊ ഈ പറയപ്പെട്ട നൗഉ ആവും. ആ നൗഉ തന്നെ തമാമ മാഹിയത്തി കുല്ലി വാഹിദിൻ മിൻ അഫ്റാദിഹി, ആ ഇൻസാനിന്റെ ഫർദുകളിൽ നിന്നുള്ള ഓരോ ഇൻസാന്റെ ഫർദുകളിൽപ്പെട്ട ഓരോന്നിന്റെയും മാഹിയത്തിന്റെ തമാമായിട്ട് വരും. ഓരോന്നിന്റെയും, മുഴുവൻത്തിന്റെയും. മനസ്സിലായില്ലേ? ഇപ്പൊ പോക്കരായാലും മഹമ്മദായാലും മമ്മത്തനായാലും, മനസ്സിലായില്ലേ? പൗലൂസ് ആയാലും ആരായാലും, മനസ്സിലായില്ലേ? ആരായാലും അതിന്റെ തമാമുൽ മാഹിയത്തായിട്ടല്ലേ വരെ ഇൻസാന്. ഇപ്പൊ പോക്കനെ പറ്റി ഇൻസാൻ എന്ന് പറയുമ്പോൾ മഹമ്മദിനെ പറ്റും വരും, ഖദീജാനെ പറ്റും വരും, ഫാത്തിമാനെ പറ്റും വരും. ഇനി വൈദാസൂര. അപ്പൊ ഇനി വൈദാസൂര ഇനി ചോദിക്കപ്പെട്ടു. സെയ്ദിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ഏത് നെയ്തും മാഹുവാന്ന് ചോദിച്ചു. മസലം ബി മാഹുവണ്ട് ചോദിക്കപ്പെട്ടാൽ കാനൽ മഖൂലു. അപ്പം ബിൽ ജവാബി മറുപടിയിൽ പറയപ്പെടുന്ന വാക്ക് ആവും അൽ ഇൻസാനാവും. എന്താ കാരണം? ലിഅന്നഹു, ഈ ഇൻസാനി എന്ന് പറയുന്നത് തമാമുൽ മാഹിയത്തിൽ മുഖ്തസത്ത് ബിഹി, അതുകൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതായ മാഹിയത്തിന്റെ തമാമാണത്. മനസ്സിലായ? ഇത് ആ ചെയ്തുകൊണ്ട് പ്രത്യേകമാക്കപ്പെടുന്ന മാഹിയത്തിന്റെ തമാമാണ് ഏത്? ഈ ഇൻസാനി എന്നുള്ളത്. ഇനി എന്ത് ചെയ്ത് അതോടെ ഖാസായിട്ട്. ഇനി വൈൻ സുയിലാൻ സെയ്നും അമ്രീൻ, സെയ്ദിനെ തൊട്ടും അമ്രിനെ സംബന്ധിച്ച് ചോദിച്ചത് ഉമാന്ന് ചോദിച്ചു. അപ്പൊ കാനാവജാന ജവാബ്, അപ്പൊ ഈ മറുപടി ഇൻസാൻ തന്നെയാണ് ഇവൻ. കാരണം എന്താണ്? ഈ അന്നഹു, കാരണം തീർച്ചയായിട്ടും ഈ ഇൻസാനി എന്നുള്ളത് തമാമു മാഹിയത്തി ഹൽ മുസ്തറകത്തി ബൈനഹുമാ, ഈ സെയ്ദ് അമ്രിന്റെയും കൂറാക്കപ്പെട്ടതായ മാഹിയത്തിന്റെ തമാമാണ്. സെയ്ദ് മാത്രമാകുമ്പോൾ മുഖ്തസത്തായ മാഹിയത്തായി, പിന്നെ സെയ്ദിനോട് കൂടെ അമ്രും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ മുസ്തറക്കത്തായ മാഹിയത്തായി. ആകയാൽ ഫലാജറമ, സത്യത്തിൽ പറഞ്ഞാൽ യക്കൂനു, അപ്പൊ നൗഉ ആകും, മഖൂലൻ അത് പറയപ്പെടുന്നതാകും, ഈ ജവാബി മാഹുവന്റെ ജവാബിൽ. എങ്ങനെ? ബി ഹസബിലെ ഖുസൂസിയത്തിന്റെയും ഷെർക്കത്തിന്റെയും അടിസ്ഥാനത്തിൽ. ഇനി വേറെ വിഷയം പറയാം. ഇനി വൈല്ലം യക്കുൻ മുതഅദ്ദിദൽ അഷ്ഖാസ്, ഇനി നോ എന്തായില്ല, മുതഅദ്ദിദൽ അഷ്ഖാസ് ആയില്ല, കൂടുതൽ ഫർദുകൾ എനിക്കില്ല. ബൽ യൻഹസിറു, എങ്കിലും അതെന്താവും? ക്ലിപ്തമാവും. നൗഉഹു, അതിന്റെ നൗഉ, ആ നൗഉ ഫീ ശഖ്സിൻ പോലെ, ഒറ്റ ശഖ്സിൽ. ഷംസ് പോലെ. കാരണം ഷംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാഹിയത്ത് കുല്ലിയാണ്. കാരണം ഷംസ് എന്ന് പറഞ്ഞാൽ കൗക്കബുൻ നഹാരിയും യൻസഹു വുജൂദുഹു വുജൂദൽ ലൈലിന്നല്ലേ. അപ്പൊ മാഹിയത്താണ് അത്. ഒരു അതിന്റെ ഹഖീഖത്ത് അങ്ങനെയാണ്. അതിൽ എത്ര ഫർദുകൾ ഉണ്ടായത് ആ പേര് വരാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഫർദ് ഒന്നേ ഉള്ളൂ. അപ്പൊ കാന മഖൂലൻ ഫി ജവാബി മാഹുവ ബിഹസ്ബി ഖുസൂസിയത്തിൻ മഹ്ള, മഹ്ളായ ഖുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിലാവും. ഇവിടെ നേരെ വ്യത്യാസമുണ്ട്. ഏത്? ഖുസൂസിയത്തിൽ മഹ്ളത്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. മഹ്ലത്തിന് വേറെ ഫർദ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മഹ്ലത്തി എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? ഈ അന്ന സായിദ മാഹു അൻ ദാലിക ശഖ്സി, ആ ശഖ്സിനെ തൊട്ട് മാഹുവ കൊണ്ട് ചോദിക്കുന്ന ഒരു സായില്
ലാ യത്ലുബു ആ ഷാഹിദ് അന്വേഷിക്കുകയില്ല ഇല്ലാ തമാമൻ മാഹിയത്തിൽ മുത്തസത്തി ബിഹി അതുകൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതായ മാഹിയത്തിന്റെ തമാമല്ലാതെ. ഏത് സ്ഥിതിയില് ലാ ഫർദ ആഖറ ലഹു അതിനൊക്കെ വേറെ ഫർദില്ലല്ലോ. ഈ ഷംസി എന്ന് പറഞ്ഞ വേറെ ഫർദ് ഉണ്ടാവില്ലല്ലോ ഖാരിജിയില് ഹത്താ ഇജുമാ അങ്ങനെയാണെങ്കിലല്ലേ ഒരുമിച്ച് കൂട്ടപ്പെടുക. ബൈന ദാലിക്കൽ ശഖ്സി ഫീ സുവാലി ചോദ്യത്തില് ആ ശഖ്സിന്റെയും ഇതിന്റെയും ഇടയിൽ തകർന്ന് വരാനില്ലാന്ന്. ഏതുവരേക്കും അത്തായക്കൂനതാവാൻ വേണ്ടിയിട്ട് പാതിബന്യ തമാമിൻ മാഹിയത്തിന് മുസ്തറക്കത്തായ മാഹിയത്തിനെ തേടുന്നതാവാൻ വേണ്ടി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം എന്ത് മനസ്സിലായി? ഈ നഅ് എന്ന് പറഞ്ഞ 3 രൂപത്തിലാണ്. 3 രൂപത്തിൽ അതിനെ ഇത്തിബാർ ചെയ്യാം. 3 രൂപത്തിൽ എന്നാൽ മുസ്തറക്കത്തായ മാഹിയത്തിനെ സംബന്ധിച്ച് മാഹിയത്തിന്റെ തമാമായിട്ട് വരും, മുഖ്തസത്തായ മാഹിയത്തിന്റെ തമാമായിട്ട് വരും, മഹലായ പിന്നെ ഹുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിലായിട്ട് എന്ത് ചെയ്യും വരും. അപ്പൊ ഈ 3 ഇത്തിബാർ സത്യത്തിൽ ഏതിനൊക്കെയുണ്ട്? നൗഇനൊക്കെയുണ്ട്. അത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി ചർച്ച അത് സംബന്ധമായിട്ടാവും ഉണ്ടാകുക. ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.